2026 ജനുവരി 4-ാം തീയതിയാണ്. ഇന്ന് ബ്ലഡ് മൂണാണോ? നമ്മുടെ മൂൺ നല്ല ചുവപ്പ് കളറിൽ. കുഞ്ഞുമണിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ DP വേൾഡിൻ്റെ അടുത്താണ്. കണ്ടെയ്നർ ടെർമിനൽ ലോറികളൊക്കെ ഇറങ്ങിപ്പോണാണ്. ഒരു ഗേറ്റാണിത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു വിഷ്വൽസ് കണ്ടത്. എന്നാൽ പിന്നെ എടുത്തേക്കാന്ന് കരുതി. റെഡ് മൂൺ അല്ലേ? ബ്ലഡ് മൂൺ എന്നാണോ പറയുന്നത്? ബ്ലഡ് മൂൺ അല്ലേ? ജസ്റ്റ് ഒന്നുകൂടി കണ്ടേക്കാം. ഉണ്ടോ? നല്ല റെഡ് കളർ അല്ലേ? മൂണിൻ്റെ പോലെ റെഡ് കളറിൽ നമുക്ക് കാണാൻ അപൂർവമല്ലേ? അപ്പോൾ കുഞ്ഞമ്മണി ഇതൊക്കെ എന്തായാലും ഷൂട്ട് ചെയ്ത് വെക്കാറുണ്ട് അവൻ. അപ്പോൾ അവന് വേണ്ടി ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ സമയം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. നല്ല റെഡ് അല്ലേ? മൂണാണെന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? വരാനിരിക്കുന്ന എന്തോ ഒരു സംഗതിയുടെ മുന്നോടിയാണോ ഈ റെഡ് കളർ? ഒന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ റെഡ് കളർ മൂൺ വരേണ്ട ആവശ്യമില്ല. പാലത്തിൻ്റെ മുകളിൽ നിന്നപ്പോൾ എടുക്കണേ. ഗോശ്രീ പാലത്തിൻ്റെ മുകളിൽ. അപ്പം അങ്ങോട്ട് പോകണ വഴിക്കാണ് ജസ്റ്റ് ഒന്ന് കണ്ടത്. സാധാരണ റൈഡ് നടത്താറുള്ള ദിവസങ്ങളാണ്. അവിടെ നമുക്ക് യാത്ര കാണാം. ഇവിടെ കൊച്ചി, ഇവിടെ കണ്ടെയ്നർ ടെർമിനൽ, അവിടെ നമുക്ക് ഫ്ലാറ്റുകൾ കാണാം. ചാത്തിയാത്തി റോഡിലുള്ള. അപ്പോൾ നമ്മുടെ റെഡ് മൂണും മുകളിൽ കാണാം. റെഡല്ല, ബ്ലഡ് മൂൺ. റെഡ് മൂണിൻ്റെ കളറ് മാറിയിട്ടുണ്ട്. അല്പം വൈറ്റായി. ലൈറ്റ് കൂടുതലാണ്. കഴിക്കാനുള്ള സാധനം കൊണ്ടെന്ന് വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. 2 കവറുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ കൊച്ചു കുട്ടികളൊക്കെ കഴിക്കണം. ഒരു വൃത്തിയില്ല, വെടിപ്പില്ല. കഴിയുമ്പം ഗ്ലൗസ് ഇട്ടുകൊണ്ട് കാര്യമില്ല. ഇത് ചാത്തിയാത്തി റോഡ്, ക്യൂൻസ് വാക്ക് വേ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ചാത്തിയാത്തി റോഡ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഇവിടെ പുതിയതായിട്ട് ഇവർ വന്നത് പുതിയതായിട്ടാണ് ഈ ഒരു പക്ഷേ ബ്രെഡ് വെച്ചിരിക്കുന്നത് ശരിയല്ല. താഴെ കൊണ്ടുവന്നിട്ടിരിക്കണം അവർ. ഇവിടെ കണ്ടാണ് ഫുഡ് റെഡി ആവണുള്ളൂ. അപ്പോൾ ഒരു ഫുഡ് റെഡിയാക്കട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം.
ഡൈനാമൈറ്റ് അങ്ങോട്ട് ലൈവ് അടിയുണ്ടോ ഇതിന്? ഇവര് ചോക്ലേറ്റിൻ്റെ ആളാണ്. ചോക്ലേറ്റ്സ് ഇത് കാറിലാണ് വരുന്നത് കേട്ടോ. 31 സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ഇവിടെ ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഒരു ലൈവ് അടിക്കാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തുണ്ട്. ക്യൂൻസ് വാക്കയിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, ഇവിടെ മുട്ടപ്പാവാണ് കേട്ടോ. ഒരു ചായ, മുട്ടപ്പാവ്. ഇത് ഇപ്പോൾ പുതിയതായിട്ടുണ്ട്. ഇവിടെ ലോക്കലായിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുണ്ട്. അവിടെ ചെറിയ ഓർണമെൻറ്റ്സാണ്. ഇവിടെ ചായ ഉണ്ട്, മുട്ടപ്പാവുണ്ട്, അങ്ങനെ ചെറിയ കടികൾ, ബണ്ണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ ക്യൂൻസ് പാർക്കിലാണ് കേട്ടോ. ഇത് മറീന 1. ഡ്രസ്സുണ്ട്, കുട്ടികളുടെയും മുതിർന്നവരുടെയൊക്കെ ലേഡീസ്. ഇവർ സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കുന്നതായിരിക്കും ഈ ആഭരണങ്ങളും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഇവരൊക്കെ വാങ്ങുന്നുണ്ട്. ക്യൂൻസ് വാക്വേയിൽ പുതിയതായിട്ട് കാണുന്ന ചില സംഗതികളാണ് കേട്ടോ. പെട്ടെന്നാണ് ഇങ്ങനെ വന്നത്, നേരത്തെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ആഭരണങ്ങൾ, മറ്റേ ഓർണമെൻറ്റ്സൊക്കെയാണ്. പല ഡ്രസ്സുണ്ട്. ഇങ്ങനെ കുറേ ലൈറ്റ് കുറവാണ്. ഇതിപ്പോൾ ഇവിടെയും കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കൂടുതലും തണുപ്പുള്ള സ്ഥലങ്ങളിടുന്നതും. ഇവിടെ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ കച്ചവടം കുറേ വന്നിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അങ്ങോട്ടുണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. ഇവിടെ ഡ്രസ് സാധനം നമ്മളവിടെ കാണുന്ന ഡ്രസ് മെറ്റീരിയൽസാണ്. അവിടെയുണ്ട്. ഈ സാധനമൊക്കെ ഇപ്പോഴും സെയിലുണ്ടോ? ഇവിടെ നിരോധിച്ച സാധനം ഇത് ബാൻ ചെയ്താണല്ലോ. ഈ ഒരു കുഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്, ഭക്ഷണം കഴിക്കാം. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ മെയിൻ സെയിലുകളുണ്ട്. ഇപ്പോൾ മ്യൂസിക്കുകളുണ്ട്, അതിൽ നിന്ന് ഇടാൻ പറ്റില്ല. എന്നാലും മ്യൂസിക് കട്ട് ചെയ്യാം. ഓക്കെ, ഫുള്ളും ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഫുഡ് ഐറ്റംസാണ്. യോയോ മോമോ, മോമോ ആണ്. വെജുണ്ട്, പനീർ, ചിക്കൻ, ബീഫ്, മഷ്റൂം, വെജ് എല്ലാം സെയിമാണ്. സ്റ്റീംഡുണ്ട്, ഫ്രൈഡ് ഉണ്ട്, പെരി പെരി ഉണ്ട്, സ്ക്വാഷ്, എന്തൊക്കെ ഉണ്ട്. ഫ്രഞ്ച് ഫ്രൈ ഉണ്ട്, സോൾട്ടി ഉണ്ട്, സ്പൈസി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ഇവിടെ നടക്കാം. ഇവിടെ പാട്ടില്ലേ, അവിടെ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. മോമോസ് ഒന്ന് കണ്ടേക്കാം. ഇവിടെ മോമോസാണ്. ഇതൊക്കെ പുതിയതായിട്ട് കാണുന്നതാണ്. കുറേ പേർക്ക് അങ്ങനെ തൊഴിൽ കിട്ടുന്നുണ്ടല്ലോ. അവരെ കഴിവോടെ പ്രകടിപ്പിക്കാം. ഓക്കെ,
നമ്മുടെ മൂന്നിൻ്റെ ഇവിടെ വൈറ്റ് ആയിട്ടുണ്ട്, റെഡൊക്കെ കളറൊക്കെ മാറി. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് കാണിക്കും. അപ്പോൾ അങ്ങോട്ട് പോകാം അല്ലേ. ഇവരൊക്കെ സാധാരണക്കാരുണ്ടോ, ഇവരൊക്കെ വീട്ടിൽ ചെയ്യുന്ന ഫുഡ് ഐറ്റംസാണ്. വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇവിടെ സെർവ് ചെയ്യുന്നു, മാത്രമേ ഉള്ളൂ. നല്ലൊരു പരിപാടിയാണ്. അവരുടെ കഴിവ് അവിടെ പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ. പിന്നെ ജനങ്ങളെ അഭിപ്രായം അറിയുകയും ചെയ്യാം. ഇവിടെ ഓർണമെൻറ്റ്സാണ്, ഇവിടെ ഓർണമെൻറ്റ്സാണ് ആ ഒരു സ്റ്റോളിൽ. ആണ് അങ്ങനെ എല്ലാ ടൈപ്പ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു കാർഡ്ബോർഡ് സെയിലാണ്, കാർഡ്ബോർഡ് സെയിലിൻ്റെ ആൾക്കാരാണ് ഇവരൊക്കെ. കുറച്ച് ദൂരെ നിന്ന് വരുന്നവരാണ്. ഇപ്പോൾ എവിടെയുണ്ട്. അങ്ങനെയുള്ള കുറേയൊക്കെ ഉൽപ്പന്നങ്ങളുണ്ട്, പല പല ആളുകളായിട്ട് കൊണ്ടിരുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇവിടെ ഇഡലി ഫോർട്ടാണ്, ഫുഡ് ഓൺ വീലാണ്. ഇഡലി, ദോശ അതൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ആളുകൾ. ഇവിടെയുണ്ട്. അവിടെ ജ്യൂസ്, എല്ലാ ടൈപ്പ് ജ്യൂസും ഉണ്ട്. ഓറഞ്ചൊക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. ഇവിടെ കളിപ്പാട്ടാണ്. അപ്പോൾ അവിടെ ഇഡലി, ദോശ, ജ്യൂസ്. കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല, അത് നോക്കാം. ഒരു ചാത്തിയാത്ര റോഡ്. ഓക്കെ, ക്വീൻസ് പാർക്ക് വേ എന്ന് പറയും, നമ്മൾ ചാത്തിയാത്ര റോഡ് എന്ന് പറയും. ധാരാ കോഫി പണ്ടുപോലുള്ളതുണ്ട്, അവരാണോന്നറിയില്ല. കോഫി ഓൺ വീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പയ്യ ഫുഡ് ഓൺ വീൽ, സ്നാക്ക് എന്താ പേരാണ്. ഇതൊക്കെ ചാത്തിയാത്ര റോഡ്, അതായത് ക്വീൻസ് പാർക്ക് വേ. ക്വീൻസ് പാർക്ക് വേയിൽ കാണുന്ന ചില കച്ചവടങ്ങളൊക്കെ ഉണ്ടോ. ഫുഡാണ് കൂടുതൽ. നല്ല എന്താ പറയുക, നല്ലതെന്ന് പറഞ്ഞാൽ ബീഫ് മൊരിയുന്ന കരിയുന്ന പേരിൽ നമ്മളുണ്ട്. ആളുണ്ട്, വാങ്ങുന്നുണ്ട്. അത്യാവശ്യം സെയിലുണ്ട്, അല്ലെങ്കിൽ പിന്നെ ഇവർ വരാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈകിട്ടൊരു 6:30 ശേഷം നമ്മുടെ ചാത്തിയാത്ര റോട്ടിൽ ഇവർ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഈ ഫുഡ് ഓൺ വീൽ ചെയ്യുന്നത് ആളുകൾ കഴിക്കുന്നുണ്ട്. കുറേ പേര് പ്രൊഫഷണലായിട്ടാണ്, കുറേ പേര് സാധാരണ ആൾക്കാരുണ്ട്, കഴിവുകളുണ്ട്. അവരൊക്കെ പല ഉൽപ്പന്നങ്ങൾ എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരുപാടുണ്ട് ഇവരുടെ കയ്യിൽ കേട്ടോ. പല പല ഐറ്റംസ് ഉണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ ചെയ്ത് അവർ കറക്റ്റ് ചെയ്ത് തരും. അവിടെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്. അല്ല, ക്വീൻസ് വാക്ക് വേ. പക്ഷെ ഇവിടെയുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, വേസ്റ്റ് കിടക്കുന്നുണ്ട്.
നമ്മുടെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും നമ്മൾ എന്താ പറയുക ഇതുപോലെ മാലിന്യമാണ്. നമ്മൾ ചവറുകൂനയിലാണ് പ്ലേസ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇപ്പോൾ കുറേ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്, എന്നാലും അതും അതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഓക്കെ, അങ്ങനെ ഒരുപാട് കച്ചവടമുണ്ട് കേട്ടോ ഇവിടെ. ഇറാനി കപ്പ് സ്റ്റോറീസ്, ഇറാനി കപ്പ് സ്റ്റോറീസ്. അവിടെ എല്ലാം ചെറിയ ചെറിയ കച്ചവടങ്ങളാണ്. ഒരു നേരത്തെയുള്ളതാണ്. ഇപ്പോൾ ചാത്തിയാത്ര റോഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്വീൻസ് പാർക്ക് വേ ആണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടത് ഇവിടെ 2 പിള്ളേർ സ്കേറ്റ് ചെയ്യുന്നുണ്ട്. സ്ഥിരമുള്ളതാണ് ഇവിടെ ഇവർ. അവർ സ്കേറ്റ് ചെയ്യട്ടെ. എന്തായാലും നമ്മൾ ഇത്ര നേരം കണ്ടല്ലോ ഫുഡ് കഴിക്കുന്ന ആൾക്കാരെയൊക്കെ. എല്ലാവരും എന്നല്ല പറയുന്നത്, അവിടെ നിന്ന് കഴിക്കുന്നവരാണോ എന്നറിയില്ല. പക്ഷേ കണ്ടത് നോക്കി, കണ്ടോ, ഇതാണ് നമ്മുടെ മെയിൻ സംസ്കാരം. കണ്ടോ, കുടിച്ച ഇതിൻ്റെ ഗ്ലാസ്, അതിൻ്റെ പാത്രങ്ങൾ, ഡിസ്പോസിബിളായിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ വലിച്ച് വാരി. നമ്മുടെ ഇവിടെ മനോഹരമായിട്ട് ചെടി വെച്ച് പിടിപ്പിച്ചൊരു സ്ഥലമുണ്ടോ, ഇത് കാണാൻ പറ്റുമെന്നറിയില്ല. ചെടി പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു പോട്ടിനകത്താണ് ഇത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് രസം. ഇതൊരു വിദേശി കൊണ്ടുവന്നിട്ടല്ല കേട്ടോ, നമ്മൾ ഇന്ത്യക്കാർ തന്നെ കൊണ്ടുവന്നിരുന്നാണ് ഈ കാണുന്നത്. മനസ്സിലാവുണ്ടല്ലോ, ഒരു വിദേശിയല്ല, നമ്മൾ ഇന്ത്യക്കാർ തന്നെ ആണ് ഈ സാധനങ്ങൾ മുഴുവൻ വേസ്റ്റ് ഇവിടെ വാരിയിട്ടിരിക്കുന്നത്. പിന്നെ എന്തെന്ന്, നമ്മളിപ്പോൾ നാളെ വന്നിരിക്കുന്നത് എവിടെയാണ്? ഈ വേസ്റ്റിലാണ് അല്ലേ? ഇത് ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമോ. ഈ വേസ്റ്റിൽ വന്നിരുന്നിട്ട് ആസ്വദിച്ച് എങ്ങനെ നിങ്ങൾ ആസ്വദിക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഇതുപോലെയൊക്കെ ആളുകൾ നടക്കാനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എന്താ കാര്യം, ഈ വേസ്റ്റിൽ കൂടിയാണ് പോകുന്നത്. ഇതുപോലെ ബ്രാൻഡഡ് ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടൊന്നും കാര്യമില്ല. പുതിയ തലമുറ ഇതുപോലെ കാണിച്ചിട്ട് കാര്യമില്ല. ഈ വേസ്റ്റാണ് നമ്മൾ എന്താ പറയുക, ഇന്ത്യ മുഴുവൻ ഈ വേസ്റ്റാണ്. ഇന്ത്യ മുഴുവൻ ഇന്ത്യക്കാർ നന്നാവില്ല എന്ന് തീരുമാനിച്ച പോലെയാണ്. മനസ്സിലാവുണ്ടോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ചാത്തിയാത്ര റോഡിലാണ് നിൽക്കണം നമ്മൾ. ഇതിപ്പോൾ ചെറിയൊരു ഉദാഹരണം കാണിച്ചാണ്ടോ, ചെറിയൊരു പോർഷനേ ഉള്ളൂ. ഇത് അങ്ങോട്ട് പോകുന്തോറും ഇതൊക്കെ തന്നെയാണ്. റോഡ് സൈഡിലായിരിക്കില്ല, എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. 1 ഇഞ്ച് സ്ഥലമില്ല വേസ്റ്റ് കിടക്കാത്തതായിട്ട്. ഇതാണ് വീണ് മുട്ട് പോയി എന്നാണോ എൻ്റെ കാലുളിക്ക്. ഓക്കെ, അപ്പോൾ അവരങ്ങനെ അഭ്യാസം കാണിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കിടക്കട്ടെ, ഉണ്ടോ അവർ കാണിക്കട്ടെ. ഓക്കെ, നമ്മളിനി നോക്കുന്തോറും അവർ കൂടി ചിലപ്പോൾ എല്ലാ അപകടമൊക്കെ ഉണ്ടാക്കും. ഉണ്ടോ, അപകടം ഉണ്ടാക്കും, ഡേഞ്ചറസാണ്. അപ്പോൾ ഓക്കെ.